Good morning students. Treatment of special items subscription കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡൊണേഷൻ, ലെഗസി, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, എൻട്രൻസ് ഫീസ്, ഗ്രാൻഡ് മുതലായ ഐറ്റംസ് ആണ്. ഡൊണേഷൻ. What is donation? It is the amount received by non-profit organization from members or non-members. It can be for specific purpose or for general purpose. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ അംഗങ്ങളിൽ നിന്നോ അംഗങ്ങളല്ലാത്ത വ്യക്തികളിൽ നിന്നോ ചിലപ്പോൾ സ്ഥാപനങ്ങളിൽ നിന്നോ ആകാം സ്വീകരിക്കുന്ന സംഭാവനയാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഈ ഡൊണേഷൻ സ്പെസിഫിക് പർപ്പസിനാകാം, ഒരു നിശ്ചിത ആവശ്യത്തിനായി നമുക്ക് ഉപയോഗിക്കാം, അല്ല എങ്കിൽ ഓർ ഫോർ ജനറൽ പർപ്പസ്, പൊതു ആവശ്യത്തിനാകാം. ഇതിലാദ്യം സ്പെസിഫിക് ഡൊണേഷൻ എന്താണെന്ന് നോക്കാം. If the donation is received for a specific purpose, it is known as specific donation. It is treated as a capital receipt. ഡൊണേഷൻ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ലാബ് ഓർ ഫോർ ദി എക്സ്റ്റൻഷൻ ഓഫ് എ ബിൽഡിംഗ്, ഇവിടെയൊക്കെ ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അതിൻ്റെ ആവശ്യത്തിനായി ഒരു കമ്പ്യൂട്ടർ ലാബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് എക്സ്റ്റെൻഡ് ചെയ്യാനോ ഒക്കെ ലഭിക്കുന്ന ഡൊണേഷന് സ്പെസിഫിക് ഡൊണേഷനാണ്. ഇത് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് റെക്കറിംഗ്. അപ്പോൾ ഈ സ്പെസിഫിക് ഡൊണേഷന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് എ റെസിപ്റ്റ് ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ആദ്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എൻ്റർ ചെയ്യണം. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്, സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് എ ലയബിലിറ്റി. ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ സ്പെസിഫിക് ഡൊണേഷന് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക ആവശ്യം സാധിക്കാൻ വേണ്ടിയിട്ട്, ഒരു നിശ്ചിത ഉദ്ദേശത്തിന് വേണ്ടി സ്വീകരിക്കുന്ന സംഭാവനയാണ് സ്പെസിഫിക് ഡൊണേഷൻ. ഇത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം, പിന്നീട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എൻ്റർ ചെയ്യണം. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. നെക്സ്റ്റ്, ജനറൽ ഡൊണേഷൻ. If the donation is received for a general purpose, ഒരു പൊതു ആവശ്യത്തിനായിട്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പൊതുവായ ആവശ്യത്തിനായി നമ്മൾ സ്വീകരിക്കുന്ന സംഭാവന, അതാണ് ജനറൽ ഡൊണേഷൻ. അവിടെ ഒരു നിശ്ചിത ആവശ്യം പറയുന്നില്ല, പൊതുവായ ആവശ്യത്തിന് വേണ്ടി നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന സംഭാവനയാണ് ജനറൽ ഡൊണേഷൻ. First it should be shown as receipt in the receipt and payment account. Then it should be shown as income in income and expenditure account. Receipt and payment account in the receipt side കാണിക്കണം. അതിനുശേഷം income and expenditure account credit side enter ചെയ്യണം. It is recurring in nature. It is a revenue receipt, so it should be shown in the income and expenditure account as income. അതായത് ജനറൽ ഡൊണേഷൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിൽ കാണിക്കും, പിന്നീട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, അതായത് ഇൻകം സൈഡിൽ ജനറൽ ഡൊണേഷൻ ഇൻകം ഈ കോളത്തിൽ എഴുതുക, എമൗണ്ട് കൂടി എഴുതുക. ഇതാണ് ഡൊണേഷന്റെ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ഐറ്റം ലെഗസി. എന്താണ് ലെഗസി? ഇറ്റ് ഈസ് ദി എമൗണ്ട് റിസീവ്ഡ് ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ മരണശേഷം അയാളുടെ വിൽപത്ര പ്രകാരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. ഇത് എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ലെഗസി ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ലെഗസി റെസിപ്റ്റ് റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. ആദ്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. Then it should be shown on the liability side of the balance sheet. It is a capital receipt, so it should be shown on the liability side of the balance sheet. It is not recurring. നോൺ റെക്കറിംഗ് നേച്ചറുള്ള
ഐറ്റമാണ്. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്താണ് കാണിക്കുന്നത്. നോൺ റെക്കറിംഗ് നേച്ചറിലുള്ള ഐറ്റമാണ്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടി കാണിക്കണം. എന്നാൽ ചില കേസിൽ ഈ ലെഗസി സ്മോൾ എമൗണ്ട് ആയിട്ട്, ഇഫ് ദി എമൗണ്ട് ഈസ് സ്മോൾ it should be treated as revenue income. അതായത് ലെഗസി എന്ന് പറയുന്ന എമൗണ്ട് തീരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിലും കാണിക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. അപ്പോൾ ലെഗസി എന്ന് പറയുന്ന ഐറ്റം ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം. വൻതുകയാണെങ്കിൽ. ചെറിയ തുകയാണെങ്കിൽ അതിനെ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ലെഗസി ക്യാപിറ്റൽ റെസിപ്റ്റ് പോലെ റവന്യൂ റെസിപ്റ്റ് അല്ല, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്തിരിക്കണം. ഇവിടെ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റവന്യൂ നേച്ചറിനോ ക്യാപിറ്റൽ നേച്ചറിനോ ഉള്ള വ്യത്യാസമില്ലാതെ ക്യാഷ് റെസിപ്റ്റ്സ്, എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും എല്ലാ ക്യാഷ് പേയ്മെന്റ്സും നമ്മൾ എൻ്റർ ചെയ്യുമല്ലോ. ലെഗസി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കും. അത് ബിഗ് എമൗണ്ട് ആയാലും വൻതുകയാണെങ്കിലും ചെറിയ തുകയാണെങ്കിലും എന്തും ആയിക്കോട്ടെ, ലെഗസി എത്ര കിട്ടുന്നു അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കണം. അതിനുശേഷം നമ്മൾ നോക്കണം, അതൊരു വലിയ എമൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം. ഇനിയും ഇത് ചെറിയ തുകയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിലാണ് കാണിക്കേണ്ടത്. ഇതാണ് ലെഗസിയുടെ ട്രീറ്റ്മെന്റ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ആജീവനാന്ത അംഗത്വ ഫീസ്. ദീസ് ആർ സിംഗിൾ ലംസം റെസിപ്റ്റ് ഫ്രം മെമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പീരിയോഡിക്കൽ സബ്സ്ക്രിപ്ഷൻ. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഒരു മെമ്പർ ആനുവൽ സബ്സ്ക്രിപ്ഷൻ, പീരിയോഡിക്കൽ സബ്സ്ക്രിപ്ഷൻ, അതായത് വരിസംഖ്യ വാർഷികമായിട്ട് തരുന്നതിന് പകരം അയാളുടെ ആജീവനാന്ത കാലത്തേക്ക് ഉള്ള മെമ്പർഷിപ്പ് ഫീസ് ഒരുമിച്ച് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കൊടുക്കുന്നു. അതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഇതെങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി റെസിപ്റ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യണം. നമുക്ക് റെസിപ്റ്റ് ആണ്, അതുകൊണ്ട് റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക. ദെൻ ഇറ്റ് ഷുഡ് ബി shown on the liability side of the balance sheet. ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസിന്റെ ട്രീറ്റ്മെന്റ്, ആജീവനാന്ത അംഗത്വ ഫീസ്. അടുത്ത ഐറ്റം എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് ആൾസോ നോൺ ആസ് അഡ്മിഷൻ ഫീസ്. ഇറ്റ് ഈസ് ദ ഫീ പെയ്ഡ് ബൈ മെമ്പേഴ്സ് while joining as a member. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മെമ്പറായി ജോയിൻ ചെയ്യുമ്പോൾ, അതായത് അംഗത്വം എടുക്കുമ്പോൾ അവർ നൽകുന്ന ഫീസാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് റെസിപ്റ്റ് ആണ് എൻട്രൻസ് ഫീസ്. എങ്ങനെയാണിത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. എൻട്രൻസ് ഫീസ് ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് റെസിപ്റ്റ് ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആയിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത്, ഇഫ് ദിസ് എൻട്രൻസ് ഫീസ് ഇൻ റെഗുലർ നേച്ചർ, ദാറ്റ് ഈസ് റെക്കറിംഗ് നേച്ചർ, റെഗുലർ നേച്ചറിലാണെങ്കിൽ ആവർത്തിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ്. ഇതിനെ റവന്യൂ റെസിപ്റ്റ്, റവന്യൂ ഇൻകമായി കൺസിഡർ ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. റെഗുലർ ഇൻകം ആണെങ്കിൽ നമുക്ക് മിക്കവാറും കേസുകളിൽ ഇതിനെപ്പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ആക്കി കാണിച്ചിരിക്കും. അപ്പോൾ റെഗുലർ ഐറ്റം ആണെങ്കിൽ, റെഗുലർ നേച്ചറിലുള്ള എൻട്രൻസ് ഫീ ആണെങ്കിൽ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇഫ് ഇറ്റ് ഈസ് നോൺ റെക്കറിംഗ് നേച്ചർ, നോൺ റെക്കറിംഗ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. റെഗുലർ ആയിട്ടുള്ളതല്ല, വല്ലപ്പോഴേ കിട്ടുകയുള്ളൂ എങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതിനെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കും. ഇതാണ് അഡ്മിഷൻ ഫീസ്, അതായത് എൻട്രൻസ് ഫീസിന്റെ ട്രീറ്റ്മെന്റ്. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ കാണിക്കുക,
അതിനുശേഷം നമ്മൾ നോക്കണം ഇത് റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം, അതായത് റെക്കറിംഗ് നേച്ചറിലുള്ളതാണോ അതോ നോൺ റെക്കറിംഗ് നേച്ചറിലാണോ. റെക്കറിംഗ് നേച്ചറിലാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കുക. നോൺ റെക്കറിംഗ് ആണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയി കൺസിഡർ ചെയ്ത് ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യണം. ഇതാണ് എൻട്രൻസ് ഫീസിന്റെ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ഐറ്റം ഗ്രാന്റ്, ഗവൺമെന്റ് ഗ്രാന്റ്. Is the assistance from central government or state government or local bodies. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നോ ലോക്കൽ ബോഡീസിൽ നിന്നോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന സഹായമാണ്, ധനസഹായമാണ് ഗ്രാന്റ് എന്ന് പറയുന്നത്. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് റെക്കറിംഗ് ഇൻ നേച്ചർ, റെക്കറിംഗ് നേച്ചറിലാണെങ്കിൽ അതായത് വർഷം തോറും കിട്ടുന്നതാണെങ്കിൽ it should be considered as revenue receipt and shown on the income side of income and expenditure account. ഗ്രാന്റ് റവന്യൂ നേച്ചറിലാണെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇത് നമുക്ക് റെസിപ്റ്റ് ആണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ നോക്കണം ഇത് റവന്യൂ നേച്ചറിലാണോ ക്യാപിറ്റൽ നേച്ചറിലാണോ, റെക്കറിംഗ് നേച്ചറിലാണോ നോൺ റെക്കറിംഗ് നേച്ചറാണോ നോക്കണം. റെക്കറിംഗ് നേച്ചറിലുള്ള ഗ്രാന്റ്, അതായത് മെയിൻ്റനൻസ് ഗ്രാന്റ്, മെയിൻ്റനൻസിന് വേണ്ടി വർഷാവർഷം കിട്ടാറുള്ളതാണെങ്കിൽ അത് നമ്മൾ റെക്കറിംഗ് നേച്ചറിലാണ്. അങ്ങനെയുള്ള ഗ്രാന്റിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. റവന്യൂ ഐറ്റമായി കൺസിഡർ ചെയ്ത് റവന്യൂ റെസിപ്റ്റായി പരിഗണിച്ച് അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇടണം. നോൺ റെക്കറിംഗ് ആണെങ്കിൽ, നോൺ റെക്കറിംഗ് നേച്ചറുള്ള ഗ്രാന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഗ്രാന്റ് ഏതുമായിക്കോട്ടെ, റവന്യൂ ഓർ ക്യാപിറ്റൽ റെസിപ്റ്റ്, അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. റവന്യൂ നേച്ചറുള്ളതാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് റെക്കറിംഗ് നേച്ചറുള്ളതാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. നോൺ റെക്കറിംഗ് ആണെങ്കിൽ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഗ്രാന്റ് ആണെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും എൻ്റർ ചെയ്യണം. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ ഇതെല്ലാം നന്നായി മനസ്സിലാക്കി ഇതിനെ നോട്ട്സും തയ്യാറാക്കി നന്നായി നിങ്ങൾ പഠിക്കുക. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. ദി എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് വിൽ അപ്പിയർ ഓൺ റെസിപ്റ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് സോൾഡ് ഈസ് deducted from the concerned asset in the balance sheet on the asset side. Any profit or loss on such sale is transferred to income and expenditure account. If there is profit on sale, it should be credited in income and expenditure account. If there is loss, it should be debited in income and expenditure account. അതായത് അസറ്റ് വിറ്റ് കിട്ടുന്ന തുക അത് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ, ഇവിടെ റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ 800 രൂപ വിലയുള്ള ഒരു ഫർണിച്ചർ 700 രൂപയ്ക്ക് വിറ്റു. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം സെയിൽ എത്രയാണ്? 700 അല്ലേ? നമുക്ക് കിട്ടിയ വില 700 രൂപയാണ്. ആ 700 രൂപയാണ് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഇനിയും അതിൻ്റെ ബുക്ക് വാല്യൂ ആണ് 800 റുപ്പീസ്. ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ആ ബുക്ക് വാല്യൂ നമ്മൾ അസറ്റ് സൈഡിൽ ഫർണിച്ചർ എഴുതുമ്പോൾ ഫർണിച്ചറിൽ നിന്നും, നമ്മുടെ ഇവിടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഫർണിച്ചറാണ്. അപ്പം നമ്മുടെ അസറ്റും കൺസേൺഡ് അസറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചറാണ്. ആ ഫർണിച്ചറിൽ നിന്നും 800 ആണ് ബുക്ക് വാല്യൂ. അത് കുറച്ച് കാണിക്കുകയും വേണം. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഈ അസറ്റ് വിറ്റപ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് 800 രൂപ വിലയുള്ള അസറ്റ് 700 രൂപയ്ക്കാണ് വിറ്റതെന്ന് പറഞ്ഞു. അപ്പോൾ 800 രൂപ കിട്ടേണ്ടടുത്ത് എത്രയേ കിട്ടിയുള്ളൂ? 700 കിട്ടിയുള്ളൂ. അവിടെ 100 രൂപ നമുക്ക് എന്താണ്? ലോസ് ആണ്, നഷ്ടമാണ്. ആ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിറ്റപ്പോൾ ഉണ്ടായ നഷ്ടം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ 100 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലോസ് ഓൺ സെയിൽ കാണിക്കണം. അതാണ് അസറ്റ് വിൽക്കുമ്പോഴുള്ള
ട്രീറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനിയും അത് പ്രോഫിറ്റിലാണ് വിറ്റതെന്നിരിക്കട്ടെ, 800 രൂപ വിലയുള്ള ഫർണിച്ചർ 900 റുപ്പീസിന് വിറ്റു, 900 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാ തുക? 900 രൂപ. ആ കേസിൽ 900 രൂപയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ കിട്ടുന്നത്, എത്ര ലഭിക്കുന്നു, എത്ര ക്യാഷ് റെസിപ്റ്റ് ഉണ്ട്, അതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ 900 റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കണം. അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് 100 രൂപ, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് 100 കാണിക്കുക. അതിനുശേഷം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഫർണിച്ചർ ആണ് നമ്മൾ വിറ്റ് തന്നിരിക്കട്ടെ, ഫർണിച്ചറിന്റെ വാല്യൂവിൽ നിന്നും നമുക്ക് വേറെ ഫർണിച്ചർ ഉണ്ടാകുമല്ലോ, അതിൽ നിന്നും ഇതിന്റെ ബുക്ക് വാല്യൂ ആയ 800 ആണ് കുറയ്ക്കേണ്ടത്. കുറച്ച് എമൗണ്ട് കാണിക്കണം. ഇതാണ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റിന്റെ ട്രീറ്റ്മെന്റ്. മനസ്സിലായല്ലോ? അടുത്ത ഐറ്റം സെയിൽ ഓഫ് പീരിയോഡിക്കൽസ്. It is an item of recurring nature. It appears on the receipt side of receipt and payment account, and it will be treated as revenue receipt and shown on the income side of income and expenditure account. അതായത് മാഗസിൻസ് ഒക്കെ വിറ്റ് കിട്ടുന്ന തുക റെക്കറിംഗ് നേച്ചറിലുള്ളതാണ്. പഴയ മാഗസിൻസ് ഒക്കെ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. അതിനുശേഷം റെക്കറിംഗ് നേച്ചറിലാണ്, ആവർത്തിച്ച് കിട്ടുന്ന റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതുകൊണ്ട് ഇതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലും എൻ്റർ ചെയ്യണം. സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് ഇൻകം സൈഡിൽ എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്. സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിൽ കാണിക്കണം. പിന്നീട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം സൈഡിലും കാണിക്കുക. അടുത്തത് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, അതായത് പഴയ നെറ്റ്, ബാറ്റ്, ബോള് മുതലായ ഐറ്റംസ് സ്പോർട്സ് മെറ്റീരിയൽസ് നമ്മൾ വിൽക്കുന്നു. ഇതും നമ്മൾ റെക്കറിംഗ് നേച്ചറിലുള്ള ഐറ്റമായിട്ടാണ് കാണുന്നത്. റവന്യൂ റെസിപ്റ്റ് ആണ്, ആവർത്തിച്ച് കിട്ടുന്ന ഒരു വരുമാനമാണ്. നമ്മുടെ സ്പോർട്സ് ക്ലബ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് കൂടെ വിൽക്കാനുണ്ടാകും നമുക്ക്. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദി റെസിപ്റ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. നമുക്ക് കിട്ടുന്ന ക്യാഷ് റെസിപ്റ്റ് ആണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലും എൻ്റർ ചെയ്യണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. അതായത് ഡൊണേഷൻ, ലെഗസി, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, എൻട്രൻസ് ഫീ, സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് ആൻഡ് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് ഇതോടൊപ്പം ഇടുന്നുണ്ട്, ബുക്കിലോട്ട് എഴുതിയെടുക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ കൂടി ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 ഐറ്റംസ് ആയിട്ട് നമുക്ക് കാണാം.